ഗായ്സ്, ഇതെൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. കുറേ ലേറ്റായി എന്നറിയാം, പക്ഷേ സമയവും സാഹചര്യമൊക്കെ ഇപ്പോഴാണ് ഒത്തു വന്നത്. ഞങ്ങൾ കുറേ മുന്നേ തന്നെ എന്തൊക്കെ ഗെയിംസ് വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായത് 3-നായിരുന്നു. ഞങ്ങൾ 2-ന് ഈവനിങ് വന്നിട്ട് ഓണപ്പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് നമ്മൾ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങളൊരു പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ നോക്കി അത് വരച്ചു. പക്ഷെ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് കുറച്ച് ടഫായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ നമ്മളെ പൂക്കളം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം ഫൈനലൈസ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ റെഡിയായി. പിന്നെ ഏതൊക്കെ പൂവ് എവിടെയൊക്കെ ഇടണമെന്ന് ഞങ്ങൾ എഴുതി വെച്ചു. കാരണം അത്രയും പൂക്കളം വാങ്ങാനുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് മെഹന്തി വാങ്ങാനുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ താമര ട്രെൻഡിങ് ആണല്ലോ. അങ്ങനെ എൻ്റെ റൂംമേറ്റ് പാവ എക്സാം ആയിരുന്നു. പക്ഷേ അതിനിടയ്ക്കും എനിക്ക് മെഹന്തിയൊക്കെ ഇട്ടന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ടൊന്നും എടുത്തില്ല. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്സ്. പിന്നെ എൻ്റെ താമര നല്ല ഭംഗിക്ക് ചുവന്ന് തുടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരിയൊക്കെ ഉടുത്ത് വന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നല്ല ഭംഗിയായിട്ട് പാളിപ്പോയി. അങ്ങനെ ഞാൻ നേരെ ഒരു ഓട്ടോ വിളിച്ച് ഓഫീസിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഞാനെത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 10-10:30 ആകുമ്പോഴത്തേക്കാണ് എത്തിയത്. പിന്നെ എല്ലാവരും പൂവിർക്കാനും കിള്ളാനും ഒക്കെ തുടങ്ങി നല്ല എല്ലാം കഴിയാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ എത്തിയത്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഞാനും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ കളായിട്ട് നിറഞ്ഞ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആസ് എ സ്റ്റുഡൻറ്റ് ഇതെൻ്റെ ലാസ്റ്റത്തെ ഓണം സെലിബ്രേഷനാണ്. കാരണം ഈ വർഷം എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് തീരും. അതുകൊണ്ട് എനിക്ക് നല്ല മെമ്മറബിൾ ആക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓണപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പം കുറച്ച് കുറവുണ്ടെങ്കിലും ഫൈനൽ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് എസ്തറ്റിക്കായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങൾ ഓണപ്പൂക്കളം. നല്ല ഭംഗിയിലേക്ക്. പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. പൂക്കളിട്ടത് ഓഫീസിലാണ്, പക്ഷേ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഓഡിറ്റോറിയത്തിലാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. കാരണം ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ആദ്യം തന്നെ സാറന്മാരൊക്കെ ഓണം വിഷ് ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നടത്തി. കാരണം ഫുഡ് കഴിച്ചപാട് നമുക്ക് ഗെയിംസ് ഒന്നും കളിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടൽ, അത് ഞങ്ങളുടെ ഓഫീസിലൊരു ബോയ് ആയിരുന്നു. അവനെ ഞങ്ങൾ AI-ലിട്ട് ഗേളാക്കിയതാണ്. പക്ഷെ ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 4 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുക്ക് ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡായിരുന്നു. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഫണ്ണായിരുന്നു. ഞങ്ങളുടെ വർക്ക് പ്രഷറിൻ്റെ ഇടയ്ക്ക് എല്ലാം പറഞ്ഞ് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു ഇത്. അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗെയിം കളിച്ച് ജയിച്ചവർക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറ് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ സാറന്മാരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം ഡാൻസൊക്കെ കളിച്ചു. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ മഴയത്തൊരു റീലൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു.